ഈ ആരാധനകളിലേക്ക് ഹാവ്ലിറ്റൻ്റെ ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൻ്റെ TV മിനിസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു അത്ഭുതത്തിൻ്റെ ശുശ്രൂഷ ദൈവം തുറക്കാൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്നിടത്ത് തുടർന്നുള്ള മിനിറ്റുകൾ, തുടർന്നുള്ള സെക്കൻഡുകൾ ദൈവസാന്നിധ്യത്തിലേക്ക്, ദൈവിക ശബ്ദത്തിനകത്തേക്ക് ദൈവാത്മാവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഇന്ന് രാത്രി വലിയ മാറ്റത്തിൻ്റെ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളുടെ മേൽ തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആരാധിക്കുന്ന യേശു എല്ലാറ്റിനും മേലായ നാമമുള്ള നാമമാണ്. എല്ലാ മുഴങ്കാലം യേശുവിൻ്റെ മുന്നിൽ മടങ്ങും. We worship you. എല്ലാറ്റിനും മേൽ
praise you, Lord. Hallelujah, hallelujah. Praise the Lord. കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. വാസ്തവമായിട്ടും കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ വിടുവിപ്പാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ സൗഖ്യമാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിന് ഇല്ലാത്തതിൽ നിന്നും എല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ തക്കവണ്ണം കഴിയും. ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് ആമേൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ചില നിമിഷങ്ങൾ നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ദൈവ സാന്നിധ്യത്തിനകത്തിരുന്നു കൊണ്ട് ഈ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും ആമേൻ വിശ്വസിക്കുകയാണ്, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കകത്തും പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ ഉണ്ടാകും, പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ ഇടപെടലുകൾ ഉണ്ടാകും. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, മാറായ മധുരമാക്കുന്ന, വിലാപത്തെ നൃത്തമാക്കുന്ന ആമേൻ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ് എന്നും ആമേൻ ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വെളിപ്പെടുവാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരാഗൃഹത്തിൽ അകപ്പെട്ടതായ അപ്പോസ്തലന്മാർ അവർ വിടുതലിന് വേണ്ടിയിട്ടല്ല ആരാധിച്ചത്, ദൈവ സാന്നിധ്യത്തെ അവർ അനുഭവിച്ച് ആമേൻ ദൈവരാജ്യത്തിനും ദൈവനാമ മഹത്വത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങളായിരിക്കുന്നതെന്നുള്ള ബോധ്യം അവർക്കുള്ളത് കൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങൾക്കകത്തും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തനെ അല്ലെങ്കിൽ ഭക്തന്മാരെ നമുക്കവിടെ കാണാൻ കഴിയും. അവരാരാധിക്കുന്നത് ദൈവത്തിന് സകല മഹത്വം കൊടുത്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിച്ചത്. ആരാധിച്ചപ്പോഴാണ് ആമേൻ ദൈവ സാന്നിധ്യം ആ കാരാഗൃഹത്തിൽ ഇറങ്ങി വന്നത്. ഓ ഹല്ലേലൂയ. അവിടെ അത്ഭുതങ്ങൾ നടന്നത്. അങ്ങനെയാണെങ്കിൽ ആരാധനയും പ്രാർത്ഥനയും വചനത്തിൻ്റെ ശക്തിയും ഒക്കെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ദൈവ പൈതൽ അല്ലെങ്കിൽ ആ വ്യക്തി ആമേൻ വലിയ കാര്യങ്ങൾ ദേശത്ത് കാണാനിടയായിത്തീരും. നമുക്ക് കർത്താവിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മേൽ ശക്തമായി വെളിപ്പെടും. ഈ വരുന്ന ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ഇടയായിത്തീരും. നമുക്കറിയാം ഈ വർഷം വളരെ വേഗത്തിൽ നമ്മെ വിട്ട് ഇങ്ങനെ ഓടിപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇനി വിരലിലുണ്ടാകുന്ന ചുരുങ്ങിയ ചില ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഈ ദിവസങ്ങൾക്കകത്ത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കുവാൻ അധിക സമയമൊന്നും വേണ്ട. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ശുശ്രൂഷകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ വചനത്തിന് എത്ര കിലോമീറ്ററുകൾക്കപ്പുറത്തും ഓടുവാൻ കഴിയും. വചനം പറയുന്നത് ഞാൻ അവരെ വചനം അയച്ച് സൗഖ്യമാക്കി എന്നാണ്, സൗഖ്യമാക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനം നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന റൂമിനകത്ത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നിടത്ത് വചനത്തിന് എത്തുവാൻ തക്കവണ്ണം കഴിയും, വചനത്തിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയും. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കകത്തും ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരുവാൻ ഒരു വിലപ്പെട്ട ദൂത് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കെന്നുള്ളത്, ഒരു ഭാഗമെന്നുള്ളത് പുറപ്പാടെന്നാണ്. ആമേൻ. എക്സോഡസ്. നമ്മുടെ ജീവിതത്തിൽ ഒരു സമയമാകുമ്പോൾ പുറപ്പെട്ടേ മതിയാകും. നമ്മളൊരു സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ ഓടി തുടങ്ങിയേ മതിയാകും. ചില പ്രത്യേക സമയങ്ങളിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ കഷ്ടതയായിപ്പോയി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ദൈവവിളിയുള്ള, ദൈവിക വാഗ്ദത്തമുള്ള ഒരു ദൈവ പൈതലിനെ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. ദൈവം ആ വ്യക്തിയെ ആമേൻ ദൈവത്തിൻ്റെ പർപ്പസിലേക്ക്, കർത്താവ് ഉദ്ദേശിക്കുന്ന ആ ദൈവിക പദ്ധതിയിലേക്ക്, ദൈവിക പ്ലാനിലേക്ക് ആ വ്യക്തിയെ ദൈവം ഉറപ്പായിട്ടും പുറത്തെടുത്തിരിക്കും. ഈ സന്ദേശം കേൾക്കുന്ന, ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന താങ്കളോടാണ് ഈ ദൂത്. ആമേൻ. താങ്കളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വലുതാണ്, താങ്കളെക്കുറിച്ചുള്ള ദൈവിക നിയോഗം വലുതാണ്, താങ്കളെക്കുറിച്ചുള്ള ദൈവിക ആലോചനകൾ വലുതാണ്. അതുകൊണ്ടാണ് ഇന്നും നാം ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നത്. നമ്മെപ്പോലെ ജീവിച്ചിരിക്കാമെന്ന് ആഗ്രഹിച്ച, സ്വപ്നം കണ്ട, ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത പലരും ആമേൻ നമ്മുടെ ചുറ്റുപാടുകളിലില്ല. നമ്മൾ കണ്ടവരായിരിക്കാം, നമ്മൾ കേട്ടവരായിരിക്കാം, നമുക്കറിയാവുന്നവരായിരിക്കാം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, അവർ നമ്മുടെ അടുക്കലില്ല. പക്ഷേ ഈ ശബ്ദം കേൾക്കുന്ന താങ്കൾ ആമേൻ ഇന്ന് ലോകത്തുണ്ട്, ഈ ഭൂമിയുടെ മുഖത്തുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മഹത്തായ വാഗ്ദത്തം താങ്കളുടെ തലമേൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. താങ്കളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വലുതാണ്. ആമേൻ. എന്നാൽ ജീവിതം മൊത്തത്തിൽ നോക്കുമ്പോൾ പരാജയമായിരിക്കാം, ജീവിതം മൊത്തത്തിൽ നോക്കുമ്പോൾ നിരാശയായിരിക്കാം,
കണ്ണുനീരായിരിക്കാം. മറ്റാർക്കുമില്ലാത്ത വേദന, മറ്റാർക്കുമില്ലാത്ത പ്രതികൂലം, മറ്റാർക്കുമില്ലാത്ത കണ്ണുനീര്, മറ്റാർക്കുമില്ലാത്ത ശോധനകൾ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാം. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഇപ്പോൾ നിങ്ങളായിരിക്കുന്നിടത്ത് വ്യാപരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ കൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വിടുതൽ തരുന്ന, നിങ്ങൾക്ക് ആശ്വാസം തരുന്ന ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പുറപ്പാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സോഡസ്, ഒരു പുറപ്പാടിന് സമയമായി. ചേർന്ന് ഒരു ആമേൻ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഒരു എഴുന്നേൽപ്പിന്, ആമേൻ ഒരു പുറപ്പാടിന് സമയമായി. പുറപ്പാട് പുസ്തകം അതിൻ്റെ ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഞാൻ 1-2 വചനങ്ങൾ നിങ്ങൾക്ക് തന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് അല്പസമയം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നിങ്ങൾക്ക് ആശ്വാസം തരുവാൻ, വിടുതൽ തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മെ സൗഖ്യമാക്കുവാനും വിടുവിപ്പാനും നമ്മെ പുറത്തെടുക്കുവാനും കഴിയത്തുള്ളൂ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. അപ്പോൾ അവൻ മോശയെയും അഹരോനെയും രാത്രിയിൽ വിളിപ്പിച്ചു. നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയി യഹോവയെ ആരാധിപ്പിൻ. ഹല്ലേലൂയ. 32-ാമത്തെ വാക്യം കൊണ്ട് ശ്രദ്ധിച്ച്, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോയിക്കൊള്ളുവിൻ, എന്നെയും അനുഗ്രഹിപ്പിൻ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ ആ വാക്യം ആവർത്തിക്കുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. അപ്പോൾ അവൻ മോശയെയും അഹരോനെയും രാത്രിയിൽ വിളിപ്പിച്ചു. നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ആമേൻ യഹോവയെ ആരാധിപ്പിൻ. പ്രൈസ് ഗാഡ്. ഒരു പുറപ്പാടിന് ഫറവോൻ ഇതാ മോശയെ വിളിച്ച് അനുവാദം കൊടുക്കുകയാണ്. 430 വർഷം ആമേൻ ദൈവത്തിൻ്റെ ജനം മിസ്രൈമിൽ ഫറവോൻ്റെ അടിമത്വത്തിൽ പീഡനങ്ങൾ ഏറ്റ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ആമേൻ അവരുടെ കഷ്ടത കണ്ടു എന്നാണ് കർത്താവ് അവരെ നോക്കി പറയുന്നത്. അവരുടെ നിലവിളി കേട്ടു. ആമേൻ അവരുടെ കഷ്ടത കണ്ടു. ദൈവത്തിൻ്റെ ടൈമായപ്പോൾ ദൈവം അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നു എന്നാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത്. ആമേൻ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൂതനെ അല്ല അയച്ചത്, മറ്റൊരു മീഡിയേറ്റർ ഒന്നും അല്ല അവിടെ പ്രവർത്തിച്ചത്. കർത്താവ് തന്നെ, യഹോവയായ ദൈവം തന്നെ തൻ്റെ ജനത്തെ വിടുവിപ്പാൻ ഇറങ്ങി വന്നു. ഞാൻ ഇതിൻ്റെ നടുവിൽ ഒരു ദൂത് നിങ്ങളോട് പറയാം. ദൈവത്തിൻ്റെ ടൈം നിങ്ങളുടെ ലൈഫിൽ ആമേൻ ആയി തുടങ്ങിയാൽ ദൈവത്തിൻ്റെ കൈ തന്നെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വരും. നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ കരം തന്നെ ഇറങ്ങി വന്ന് ആമേൻ അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. കാരണം കർത്താവിൻ്റെ വാക്കുകൾക്ക് ആമേൻ ഭയങ്കര ഉറപ്പാണ്. ഞാൻ നിൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. പ്രൈസ് ഗാഡ്. മറ്റാരുമല്ല നിങ്ങളുടെ വലങ്കരം പിടിച്ചിരിക്കുന്നത്. ഞാൻ, യഹോവയായ ദൈവം പറയുക, ഞാൻ നിൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. നീ വെള്ളത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും, എന്നാൽ ആ പെരുവെള്ളം നിന്നെ മുക്കാതെ വണ്ണം. നീ തീയിൽ കൂടി കടന്നു പോകേണ്ടി വരും, ആ തീ ജ്വാല നിന്നെ ദഹിപ്പിക്കാതെ വണ്ണം ഞാൻ നിൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ കരം എന്നുള്ളത് ആമേൻ വീര്യം പ്രവർത്തിക്കുന്ന കരമാണ്. ദൈവത്തിൻ്റെ കരം എപ്പോഴും ഉയർന്നിരിക്കുന്ന കരമാണ്. ദൈവത്തിൻ്റെ പൈതൽ, ഞാൻ ഈ ദൂതിനകത്ത് ആമേൻ നിങ്ങളോടുള്ള ദൂത് ഞാൻ പറയുകയാണ്. ആമേൻ ദൈവം തന്നെ നിങ്ങളുടെ വിഷയത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ടൈമിനകത്താണ് നിങ്ങളെങ്കിൽ, കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു ആമേൻ നിങ്ങളോട് പറയാൻ, കർത്താവിൻ്റെ ടൈമിനകത്താണ് നിങ്ങളെങ്കിൽ നിങ്ങളെ വിടുവിപ്പാൻ സ്വർഗം ഇറങ്ങി വരും. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നുകത്തിൻ്റെ ചങ്ങലകളെ, അല്ലെങ്കിൽ ആ നുകത്തെ ആമേൻ ദൈവം പൊട്ടിക്കും, അഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയും. ശ്രദ്ധിക്കൂ. ഹല്ലേലൂയ. ഇവിടെ ദൈവജനത്തെ പീഡിപ്പിക്കുന്നത് 1-2 ദിവസമല്ല. അവരുടെ കഷ്ടത 1-2 ദിവസമല്ല. ആമേൻ അവരുടെ ആ ബുദ്ധിമുട്ടുകളും അവരുടെ ഞെരുക്കങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട വർഷങ്ങളാണ്. ആമേൻ ചോദ്യം, ദൈവജനം
എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും വർഷം ഇത്രയും നാൾ ഭാരപ്പെടുന്നത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചോദ്യം മാനുഷികമായിട്ടൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ കർത്താവിൻ്റെ പുസ്തകത്തിൽ, കർത്താവിൻ്റെ പ്ലാനിൽ കർത്താവ് ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് തൻ്റെ ജനത്തെ പുറത്തെടുക്കുവാൻ തക്കവണ്ണം. സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം 119, 125 ആ വാക്യം, 119, 125 ഐ തിങ്ക്. ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്: യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയം. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സമയത്ത് ഒരു ശക്തിക്കും അവിടെ തടസ്സം നിൽക്കാൻ കഴിയില്ല. ദൈവം പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ഫറവോനും ഒരു അന്ധകാര ശക്തികൾക്കും അവിടെ തടസ്സം നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തിക്ക് സമയമായിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്കും അതിനെ തടസ്സപ്പെടുത്തുവാൻ കഴിയില്ല. ചേർന്നൊരാമേൻ പറഞ്ഞാട്ട് നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ശകുനവാദിക്കോ മന്ത്രവാദിക്കോ ഒരു മനുഷ്യനോ ഒരു ശത്രുവിനോ അതിന് തടസ്സം നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: എപ്പോഴാണ് ദൈവത്തിൻ്റെ സമയം? എന്നാണ് എൻ്റെ സമയം? എന്നാണ് എൻ്റെ ശുഭഭാവി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലേ? ഹല്ലേലൂയ. ഒരു അഭിഷക്ത ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫ് ക്രിസ്തുവിലാണെങ്കിൽ എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ദിവസം തന്നെയാണ്. ആ നന്മയുടെ ദിവസം തന്നെയാണ്. ആ വാഗ്ദത്തങ്ങൾ പുറപ്പെട്ടു തുടങ്ങുന്ന ദിവസങ്ങളും മിനിറ്റുകളും മണിക്കൂറുകളും തന്നെയാണ് നമ്മുടെ ലൈഫിൽ എല്ലാ സമയവും. അതുകൊണ്ട് ഒരിക്കലും ഞാനിങ്ങനെ ആയിപ്പോയി, എൻ്റെ ലൈഫ് സ്പോയിലായിപ്പോയി, ബ്രോക്കണായിപ്പോയി എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കരുത്. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനകത്ത് എൻജോയ് ചെയ്ത് വളരെ സന്തോഷത്തോടെ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളോട് ദൂത് പറയാം: നിങ്ങൾക്ക് ഒരു മോശമായ ഒരു ടൈമിലല്ല നിങ്ങൾ ഒരു ശുഭഭാവിക്കകത്താണ്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ടൈമിനകത്താണ്. നിങ്ങൾ ഏറ്റവും ദൈവത്തിൻ്റെ പദ്ധതിക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള ബോധത്തിനകത്ത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എക്സ്പീരിയൻസും വരുന്ന ദിവസങ്ങളിൽ അതൊരു വലിയ ടെസ്റ്റ് മണിയായി. ഞാനൊന്നുകൂടെ പറയുന്നു, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നിങ്ങളുടെ വേദനകളും, നിങ്ങളുടെ നഷ്ടങ്ങളും, പരാജയങ്ങളും, നിങ്ങളുടെ പ്രതികൂലങ്ങളും വരുന്ന ദിവസങ്ങളിൽ ഒരു വലിയ സാക്ഷ്യമായി മാറാൻ പോവുകയാണ്. അനേകം പേർക്ക് അതൊരു എൻകറേജ്മെൻറ്റായി മാറാൻ പോവുകയാണ്. അനേകം പേർക്ക് ഭയങ്കരമായിട്ടും മുന്നോട്ട് വരാൻ തക്കവണ്ണം അതൊരു ഭയങ്കര വിശ്വാസത്തിൻ്റെ ഒരു ബലമായി മാറാൻ പോവുകയാണ്. ഒന്നും തിന്മയ്ക്കല്ല കേട്ടോ. നിങ്ങളുടെ ലൈഫിനകത്ത് ഇപ്പോൾ സംഭവിക്കുന്ന ഒന്നും തിന്മയ്ക്കല്ല. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുക. ഈ സമയം നിങ്ങളിപ്പോൾ ഏത് സ്ഥാനത്ത്, ഏത് രാജ്യത്ത്, എവിടെയാണെന്നോ നിങ്ങളായിരിക്കുന്നു, അവിടെ നിങ്ങൾ വിശ്വസിക്കുക. നന്മയ്ക്കാണ്. ഈ ഉൽപ്പത്തി കഴിഞ്ഞാൽ അടുത്തൊരു പുറപ്പാടുണ്ടായ മതിയാകും. എന്ത് ഓർഡറായിട്ടാണല്ലോ ബൈബിൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നല്ലേ. നമുക്കറിയാം, ഉൽപ്പത്തിയിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി കിടപ്പുണ്ട്, നമ്മുടെ സൃഷ്ടി അവിടെ കിടപ്പുണ്ട്, നമ്മുടെ വീഴ്ച അവിടെ കിടപ്പുണ്ട്. അബ്രഹാമിൻ്റെ പുറപ്പാട് അവിടെ കിടപ്പുണ്ട്, അബ്രഹാമിൻ്റെ വർധനവ് അവിടെ കിടപ്പുണ്ട്, ന്യായവിധി കിടപ്പുണ്ട്. എല്ലാം ഉൽപ്പത്തി കിടപ്പുണ്ട്. ഉൽപ്പത്തിയിൽ അങ്ങനെ കിടക്കുമ്പോൾ ആ അടുത്ത ചാപ്റ്ററിലേക്ക്, അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ അടുത്തൊരു പുറപ്പാടിലേക്കാണ് ദൈവം കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ഞാൻ പറയാം, അടുത്ത് നിങ്ങൾക്ക് ഒരു പുറപ്പാടുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഒരു ശുഭഭാവി ഉണ്ട്. പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. ജീവിതത്തിൽ അവസാനിച്ചു, തകർന്നു, ഫിനിഷായി, ഇനി മുൻപോട്ടില്ല എന്ന് ചിന്തിക്കരുത്. ജീവിതത്തിൽ വന്നതെല്ലാം നന്മയ്ക്കാന്ന് കരുതിയിട്ട് ഒരു പുറപ്പാടിന് നിങ്ങൾ തയ്യാറാകണം. ആ ദൈവിക പദ്ധതിക്ക് ടൈം ആകുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ശത്രു എത്ര കഠിന ഹൃദയമുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നെങ്കിലും ശത്രു പോലും മിത്രമായി തീരുന്ന ഒരു ചേഞ്ചസ് ഉണ്ടാകും. ആ ക്ലൈമറ്റ് ചേഞ്ച് ആകും. ഫറവോൻ ഇത്രയും ന്യായവിധി അല്ലെങ്കിൽ ഇത്രയും ബാധ തൻ്റെ രാജ്യത്ത്, തൻ്റെ കൊട്ടാരത്തിനകത്ത്, തൻ്റെ ദേശത്ത് വന്നപ്പോൾ ഓരോ ബാധ കഴിയുമ്പോഴും, ഓരോ കർത്താവിൻ്റെ ന്യായവിധി കഴിയുമ്പോഴും അല്ലേ, തൻ്റെ ഹൃദയം കഠിനമാകുക. ഒടുവിലത്തെ കടിഞ്ഞൂൽ സംഹാരത്തിനകത്താണ് നമ്മളിപ്പോൾ നേരത്തെ വായിച്ച വചനത്തിനകത്ത് തൻ്റെ ഹൃദയം
വളരെ മാനസാന്തരപ്പെട്ടേച്ച് ജനത്തെയും കൊണ്ട് പൊയ്ക്കൊള്ളുക, നിങ്ങൾ പറഞ്ഞതുപോലെ ദൈവത്തെ ആരാധിപ്പാൻ കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറയുന്നത് ആ ഒരു ലാസ്റ്റ് ടൈമിലാണ്. കണ്ടു, ആ ഒരു ടൈമിൽ ഇനി തൻ്റെ ഹൃദയം കഠിനമാകാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഇപ്പോൾ താൻ അനുകൂലമാകുകയാണ്. താൻ അനുകൂലമാകുക മാത്രമല്ല, മിസ്രൈമിലുള്ള സകല ആൾക്കാരുടെ അടുക്കൽ നിന്ന് അവരുടെ ആഭരണങ്ങൾ വാങ്ങിക്കുവാൻ, അവരുടെ നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ അനുവാദം കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഏത് പട്ടണമാണ് ജനത്തെ ഉപദ്രവിച്ചുവോ, ഏത് രാജാവാണ് തൻ്റെ ജനത്തെ പീഡിപ്പിച്ചുവോ, അവരെ തന്നെ ദൈവം അനുകൂലമാക്കി മാറ്റുകയാണ്. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ആത്മീക മർമ്മം നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ടാണ് ഈ നിലകളിൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കണ്ടോ, ദൈവത്തിൻ്റെ ടൈമായപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചായി. ഹല്ലേലൂയ. ആ കഠിനമായിട്ടുള്ള ഫറവോൻ്റെ ഹൃദയം അവിടെ മാനസാന്തരപ്പെടുകയാണ്. 2, ആ ദേശത്തു നിന്നുള്ള നന്മ ജനത്തിന് കൈമുതലായി വരികയാണ്. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ അവരുടെ നന്മകളെ കവർന്നെടുത്ത, അവരുടെ ആരോഗ്യം കവർന്നെടുത്ത, അവരുടെ സന്തോഷം കവർന്നെടുത്ത മേഖലകളെല്ലാം ഇപ്പോൾ തിരിഞ്ഞു വരികയാണ്. ഹല്ലേലൂയ. രാജ്യം അവർക്ക് അനുകൂലമായി വരുന്നു. അവിടുത്തെ രാജാവ് അനുകൂലമായി വരുന്നു. പ്രൈസ് ഗാഡ്. അവിടുത്തെ സകല കാര്യങ്ങളും ഇപ്പോൾ അനുകൂലമായി വരികയാണ്. അവരുടെ തലമേൽ വെച്ച, അല്ലെങ്കിൽ അവരുടെ കഴുത്തിന്മേൽ വെച്ച നുഖങ്ങൾ ഇതാ കുടഞ്ഞു കളയുകയാണ്. അവരെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങൾ ഇതാ അഴിഞ്ഞു വീഴുകയാണ്. ഓ റാബ ഷാൻഡലബ. അവരിതാ വളരെ ഫ്രീ ആകുകയാണ്. അവരുടെ ലൈഫിനകത്ത് ഭയങ്കര സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. അവർക്കിപ്പോൾ പാടാൻ കഴിയും, അവർക്കിപ്പോൾ തുള്ളിച്ചാടാൻ കഴിയും, അവർക്കിപ്പോൾ ആനന്ദിക്കുവാൻ കഴിയും, നന്ദി പറയുവാൻ കഴിയും. കാരണം ഇതൊരു വലിയ ടെസ്റ്റ് മണിയാണ് അവരുടെ ലൈഫിൽ. കഴിഞ്ഞ കാലഘട്ടങ്ങളായിട്ട് അവരനുഭവിക്കുന്ന പീഡനങ്ങൾക്കകത്തുനിന്ന്, കഴിഞ്ഞ കാലഘട്ടങ്ങളായിട്ട് അവരനുഭവിക്കുന്ന ശോധനകൾക്കകത്തുനിന്ന്, ഞെരുക്കങ്ങൾക്കകത്തുനിന്ന്, കഷ്ടതകൾക്കകത്തുനിന്ന് ഇതാ ഒരു കൂട്ടിൽ നിന്ന് ഒരു പക്ഷിയെ തുറന്ന് വിടുന്നത് പോലെ, ആമേൻ, ഹല്ലേലൂയ, ഒരു കാരാഗ്രഹത്തിനകത്തുനിന്ന് ഒരു മനുഷ്യനെ തുറന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വിടുന്നത് പോലെ ഇതാ തൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ ടൈമായപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഇതാ വിടുകയാണ്. അതുതന്നെയാണ് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നത്: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ മുഖത്തിൽ നിങ്ങൾ വീണ്ടും കുടുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ക്രിസ്തു നമുക്ക് കാൽവരിയിൽ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അത് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അത് അംഗീകരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അതിലൂടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ, സകല പാരമ്പര്യത്തിൻ്റെ, സകല പൈശാചിക ബന്ധനങ്ങളുടെ അകത്തുനിന്നുള്ള സ്വാതന്ത്ര്യമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്നൊരു ദൈവ പൈതലിന് എല്ലാറ്റിലും വളരെ ഫ്രീഡം ഉണ്ടാകുക മാത്രമല്ല, മുൻപോട്ട് ഓടുവാൻ തക്കവണ്ണമുള്ള ബലവും ധൈര്യവും ദൈവശക്തിയുമാണ് ആ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ആ ക്രൂശിനെ വിശ്വസിക്കുന്നതിലൂടെ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അംഗീകരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. പുതിയ നിയമത്തിലെ ഇസ്രായേലായിരിക്കുന്ന നമ്മുടെ ലൈഫിൽ കർത്താവ് നൽകിയ സ്വാതന്ത്ര്യം ആ നിലകളിലാണ്. പഴയ നിയമത്തിൽ നാം കാണുന്ന ആ ഇസ്രായേലിനെ ദൈവം വിടുവിച്ചെടുക്കുന്നത്, ഹല്ലേലൂയ, ഒരാട്ടിൻകുട്ടി ഒരു കുടുംബത്തിനെന്ന വണ്ണം ആ കട്ടളപ്പടിമേൽ, കുറുമ്പടിമേൽ അതിൻ്റെ രക്തം തളിച്ച് അങ്ങനെ ഒരു പെസഹ ആചരിച്ച് ദൈവം പറഞ്ഞതുപോലെ ചെയ്ത് അന്ന് പറഞ്ഞ രക്തം അവരെ വിടുവിപ്പാൻ തക്കവണ്ണം കർത്താവ് തയ്യാറായപ്പോൾ, കഴിഞ്ഞ 430 വർഷത്തിൻ്റെ അടിമത്വത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ച്, സകല കഷ്ടതകളെയും പൊട്ടിച്ച്, സകല ഞെരുക്കങ്ങളെ പൊട്ടിച്ച് അവർ ജയോത്സവമായി പുറത്തു വന്ന ചരിത്രമാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. അതൊരു നിഴലായി നിൽക്കുമ്പോൾ പൊരുൾ ഞാൻ പറയാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. നാം വീണ്ടും അടിമത്വത്തിൽ കിടക്കുവാനല്ല കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. നാം വീണ്ടും ബന്ധനങ്ങളിൽ കിടക്കുവാൻ വേണ്ടിയിട്ടല്ല കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. നാം വീണ്ടും കണ്ണുനീരിലും നിരാശയിലും നിന്ദയിലും കിടക്കുവാൻ വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി കർത്താവ് ഗതസമന മുതൽ ഗോൽഗോത്ത മല വരെ വീണും എണീറ്റും പങ്കപ്പാടുകളേറ്റത്, നിന്നയേറ്റത്, പരിഹാസമേറ്റത്, തകർക്കപ്പെട്ടത്. എന്നിട്ടും നമ്മുടെ ലൈഫിൽ ആ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ ഈ സന്ദേശം താങ്കളെ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. കാരണം ആ ആത്മനിറവിലായിരുന്നു കൊണ്ടാണ് ഇന്ന് ഈ മീഡിയയിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുക്കിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് പറയുന്ന ദൂതിൻ്റെ
ആശയം മനസ്സിലായോ? അതിൻ്റെ ഗൗരവം മനസ്സിലായോ? ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകൾക്കകത്തു നിന്നും ആമേൻ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു ശുഭയാത്ര കർത്താവ് നിങ്ങൾക്ക് തരുവാൻ പോവുകയാണ്. ഒരു ശുഭയാത്ര കർത്താവ് നിങ്ങളുടെ ലൈഫിൽ തരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും എസ്ര ആമേൻ ഉപവസിച്ചപ്പോൾ ദൈവസന്നിധിയിൽ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും എല്ലാവർക്കും ഒരു ശുഭയാത്രയ്ക്ക് സമയമായി, ഒരു പുറപ്പാടിന് സമയമായി. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിനകത്തേക്ക്, ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് നിങ്ങൾ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഉറപ്പായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങളുടെ ലൈഫിൽ ആ സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുന്നത് ആമേൻ സന്തോഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ നിത്യതയുടെ തീരത്തണയുന്നത് വരെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സമാധാനത്തോടെ ആയിരിക്കാൻ, സ്വസ്ഥതയോടെ ആയിരിക്കാൻ, ആമേൻ നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത്, നിങ്ങളുടെ ജോബിനകത്ത്, നിങ്ങളുടെ ബിസിനസ്സിനകത്ത്, നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് വളരെ സ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏത് സ്ഥാനത്തായിരിക്കുന്നുവോ അവിടെ നിങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. എന്നിട്ട് ഈ വചനത്തിന് മുമ്പിൽ കർത്താവിനോട് പറയുക, കർത്താവേ, എൻ്റെ ലൈഫിൽ ആമേൻ ഒരു എഴുന്നേൽപ്പ് എനിക്ക് ആവശ്യമാണ്, എനിക്കൊരു പുറപ്പാട് ആവശ്യമാണ്, എനിക്കൊരു സ്വാതന്ത്ര്യം ആവശ്യമാണ്. എന്നെ തുടരണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നിലേക്ക് ആ കൃപാവരങ്ങളെ വീണ്ടും ഒന്ന് പുതുക്കി തരണമേ, നിൻ്റെ ആത്മാവിന് എൻ്റെ മേൽ പകരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് കണ്ണുകൾ അടയ്ക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ മീഡിയയിലൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ ഇൻപ ശബ്ദം കേൾപ്പാൻ സ്വർഗം ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി അടിയങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളോട് ഇടപെട്ടതുപോലെ കർത്താവെ ഒരു പുറപ്പാടിന് സമയമായി, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു എഴുന്നേൽപ്പിന് സമയമായി. ആമേൻ. ഞങ്ങളെ കഴിഞ്ഞ മണിക്കൂർ വരെ തല കുനിപ്പിച്ചു വെച്ച, ഞങ്ങളെ തല താഴ്ത്തിയ അനേക വിഷയങ്ങളുണ്ട്. ആമേൻ. ആ വിഷയങ്ങൾക്കകത്തുനിന്ന് ഞങ്ങളുടെ തലയെ ഉയർത്തി, ഓ ഹല്ലേലൂയ, ഞങ്ങളുടെ തലയെ ഉയർത്തി ബൈബിൾ പറയുന്നത് പോലെ കാട്ടുപോത്തിനെ പോലെ ഞങ്ങളുടെ തലകളെ ഉയർത്തുന്ന ആ ദൈവശക്തി ഇപ്പോൾ കർത്താവെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ ജനത്തിൻ്റെ തല ഉയരട്ടെ കർത്താവെ. ഒരുപക്ഷെ പലവിധമായ നിന്ദകളാൽ, പരിഹാസങ്ങളാൽ, രോഗങ്ങളാൽ, കർത്താവെ കടബാധ്യതകളാൽ, കുടുംബ പ്രശ്നങ്ങളാൽ, ആമേൻ, മറ്റു പല വിഷയങ്ങളാൽ തല ഉയർത്താൻ കഴിയാതെ തല താഴ്ത്തപ്പെട്ട തല താഴ്ത്തപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ കർത്താവെ അങ്ങയുടെ ജനത്തിൻ്റെ തലയെ ഉയർത്തുന്ന ഒരു കാഴ്ച നിങ്ങൾ ആത്മാവിൽ കാണുകയാണ്. ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ജീവിതങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകൾ നിറഞ്ഞ് കവിയുന്നുണ്ടല്ലോ. അവരുടെ ഹൃദയത്തിനകത്ത് അവർക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ചില മേഖലകൾ അവർ കർത്താവിനോട് പറയുന്നുണ്ടല്ലോ. അതേ സ്ഥലത്ത് ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവെ. ആ ഭവനത്തിനകത്ത് നിൻ്റെ മക്കളെ മാനിക്കണമേ, ആ ദേശത്ത് നിൻ്റെ മക്കളെ മാനിക്കണമേ, ആ ഓഫീസിൽ, ആ രാജ്യത്ത്, ആ പട്ടണത്തിൽ കർത്താവെ നിൻ്റെ മക്കളുടെ തലയെ അങ്ങ് ഉയർത്താൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ജീവൻ്റെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബഹുമാനവും മഹത്വവും അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. വാസ്തവമായിട്ടും ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. ആമേൻ. തലയെ ഉയർത്തുന്ന ദൈവം, വീണ്ടും ഒരു പുറപ്പാടിലേക്ക് നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം, വീണ്ടും നമ്മെ ശക്തിയോടുകൂടെ തൻ്റെ വാഗ്ദത്തങ്ങളെ അനുഭവിക്കുവാൻ, പിടിക്കുവാൻ ആമേൻ ഓട്ടിപ്പിക്കുന്ന ദൈവകരം നിങ്ങളെ കൂടെ ഉണ്ട്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത ദിവസങ്ങളിലും ഇതേ ചാനലിൽ ഇതേ സമയം നാം തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ കർത്താവിൻ്റെ കൃപയിൽ മറയാം. മേ ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.